ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ എക്സൈറ്റിംഗ് ടിപ്സുമായി കടന്നു വരാം. സുന്ദരിയായ ഒരു യുവതി ഒരു വലിയ നഗരത്തിൽ തൻ്റെ യാത്രാമധ്യേ എത്തിച്ചേർന്നു. ആ യുവതി കുതിരവണ്ടി അന്വേഷിക്കുകയും തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഒരുപാട് കുതിരവണ്ടിക്കാർ ചുറ്റും കൂടി ഈ യുവതിയുടെ യാത്ര തരപ്പെടുത്താൻ. പക്ഷേ യുവതി ആരെയും സ്വീകരിച്ചില്ല. ഒരു കുതിരവണ്ടിക്കാരൻ താൻ പോകേണ്ട സ്ഥലം ഈ യുവതിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ താൻ ഏൽപ്പിക്കപ്പെട്ട യുവാവാണെന്ന് മനസ്സിലാക്കി ആ കുതിരവണ്ടിയിൽ കയറി തൻ്റെ ലക്ഷ്യസ്ഥാനത്തോട്ട് പുറപ്പെട്ടു. അങ്ങനെ കുതിരവണ്ടിക്കാരൻ യാത്ര ചെയ്ത് ഒരു കെട്ടിടത്തിൻ്റെ അടുത്തെത്തി. തൻ്റെ താമസ കേന്ദ്രം എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കെട്ടിടമായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു യുവാവിനെ കണ്ടു. യുവാവിനെ കണ്ടപ്പോൾ എവിടുന്ന് മുൻ പരിചയമുള്ളതുപോലെ യുവതിക്ക് വെപ്രാളമൊന്നും കണ്ടില്ല. അങ്ങനെ ഈ റിക്ഷക്കാരനോട് ഈ യുവാവ് ചോദിച്ചു, നിന്നെ ഒരു യുവാവിനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്, ഈ സ്ത്രീയെ അല്ലല്ലോ. ഏതായാലും സ്ത്രീയെങ്കിൽ സ്ത്രീ തൻ്റെ ഇംഗിതം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടോ എന്ന ആവശ്യത്താൽ ഈ യുവതിയെ കൊണ്ടുപോയി. ഈ യുവാവ് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. അവിടെ മരിച്ച മനുഷ്യരുടെ ഒരുപാട് അവയവങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അവയവം മുറിച്ചു മാറ്റി വിൽക്കാനുള്ള സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കണ്ണിയുടെ ആളായിരുന്നു ഈ യുവാവ് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ വീണ്ടും ഇത് കണ്ടിട്ടൊന്നും ഒരു ഭാവമാറ്റം ഈ സ്ത്രീയിൽ കണ്ടില്ല. അങ്ങനെ യുവാവ് ഈ സ്ത്രീയെ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാനും മറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻ ചെയ്ത് താൻ ആദ്യം നിന്ന കെട്ടിടത്തിലോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് യുവാവിൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ ഈ യുവതി തൻ്റെ വസ്ത്രം മാറ്റാൻ തുടങ്ങി. വസ്ത്രം മാറ്റിയപ്പോൾ അതൊരു പുരുഷനായിരുന്നു. ഇത് കണ്ട് ഈ പുരുഷനെ താൻ മുമ്പ് യാത്രാമധ്യേ കണ്ട പുരുഷനാണ്. അന്ന് ഞാൻ സ്ത്രീവേഷം ധരിച്ച് ഈ യുവാവിനെ വശീകരിക്കാൻ ശ്രമിച്ചതാണ്. ഇത് കണ്ടപ്പോൾ ഈ യുവാവിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് ശരിക്കും? അപ്പോൾ ആ യുവാവ് പറയുകയാണ്, ഈ രാജ്യത്തെ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും അധോലോക സംഘത്തെ നിയന്ത്രിക്കാൻ ഭരണാധികാരി എനിക്ക് ചുമതല ഏൽപ്പിച്ചതാണ്. ഇത് കേട്ടപ്പോൾ ഈ യുവാവിന് വെപ്രാളം കൂടി. ഏതായാലും ഇദ്ദേഹത്തെ ഭരണാധികാരിയുടെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്തപ്പോൾ ഇവർ ചെയ്യുന്ന അനാശാസ പ്രവർത്തനങ്ങളും അവയവദാനവും അവയവ വിൽക്കലും മറ്റും ഉൾപ്പെടെ എല്ലാ പ്രവർത്തനവും ഒരു നേതാവായിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹത്തിന് കീഴിൽ ആയിരക്കണക്കിന് സ്ത്രീകളും മറ്റാളുകളും ഇതേ ആവശ്യത്തിന് വർക്ക് ചെയ്യുന്നു നാട്ടിൻ്റെ പല ഭാഗത്തും. ഭരണാധികാരി ഒരു ആജ്ഞ പ്രഖ്യാപിച്ചു, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മനുഷ്യരെയും കൊല ചെയ്ത് ഈ നാടിനെ രക്ഷിക്കണം എന്നായിരുന്നു അപേക്ഷ. ഈ ഭരണാധികാരിക്ക് മുമ്പിൽ ഈ യുവാവ് മാപ്പപേക്ഷിച്ചു, എങ്ങനെയെങ്കിലും ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോകാൻ സമ്മതിക്കണം. ഏതായാലും ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരി ഏൽപ്പിക്കപ്പെട്ട യുവാവ് പറഞ്ഞു, ഇവരെ വെറുതെ വിട്ടേക്ക്, ഞാൻ ഇവരെ കൈകാര്യം ചെയ്തു കൊള്ളാം. ഏതായാലും അവർക്ക് സന്തോഷമായി. ഈ യുവാവിനെയും കൂട്ടി ആദ്യം തനിക്ക് കാണിച്ചു തന്ന കെട്ടിടത്തിൻ്റെ അടുത്തോട്ടുള്ള യാത്രാമധ്യേ ഒരു അരുവിയിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് കല്ലുകളെടുത്ത്
ഇദ്ദേഹം വിദഗ്ധനാണെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ ചെയ്ത് റബ്ബ് ചെയ്ത് മറ്റോ നല്ലൊരു ഡയമണ്ട് ഷൈനിങ് സ്റ്റോണാക്കി മാറ്റി. അങ്ങനെയുള്ള കല്ലുകൾ ആ അരുവിൽ ഒരുപാടുണ്ടായിരുന്നു. ഇത് യുവാവിന് കാണിച്ചു കൊടുത്ത് നിന്റെയും നിന്റെ സംഘത്തെയും കൊണ്ട് ഇവിടെ വന്ന് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ, ഡയമണ്ട് കമ്പനി. അങ്ങനെ നിങ്ങൾക്ക് തൊഴിലുമാകും, നിങ്ങൾ ഈ അനാശ്വാസ അധോലോക അവയവ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അങ്ങനെ ഈ യുവാവ് ഇത് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അംഗങ്ങളെ കൊണ്ടുവന്ന് ആ കമ്പനി വിപുലമായി തുടങ്ങി. ആ കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഈ ഗവൺമെൻറ് ഏൽപ്പിക്കപ്പെട്ട, ഭരണാധികാരി ഏൽപ്പിക്കപ്പെട്ട യുവാവിൻ്റെ അണ്ടറിൽ അത് പച്ചപിടിച്ചു. അങ്ങനെ ഇരിക്കെ ഈ വന്ന യുവാവിനോട് ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരി ഏൽപ്പിക്കപ്പെട്ട യുവാവ്, അല്ല, നിങ്ങളെ വധിക്കാൻ ഞാൻ യാത്രാമധ്യേ ഒരു യുവതി നിങ്ങൾക്ക് ജ്യൂസ് തന്നില്ലേ? ഓ, തന്നു. ആ ജ്യൂസ് ഞാൻ കുടിച്ചില്ല. അത് കേട്ടതുകൊണ്ട് യുവാവ് പറയുന്നത്, നിങ്ങൾ ആ ജ്യൂസ് കുടിക്കാത്ത മുഖേന ഈ നാടിനെയും ഞങ്ങളെയും ഇവിടുത്തെ ഒരുപാട് യുവാക്കളെയും ഒരുപാട് ഞങ്ങൾക്കൊന്ന് കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളെയും നിങ്ങൾ ഈ നാടിനെയും രക്ഷപ്പെടുത്തി. താങ്ക്സ് ഗോഡ്. ഇത്തരം ടിപ്സുമായി കടന്നു വരാൻ താങ്ക്സ് ഗോഡ്.